മുട്ടറ മരുത്തിമല എക്കോ സിസ്റ്റത്തിലേക്ക് പോണ റൂട്ടാണിത്. നമ്മളിത് ഒരു ഷോർട്ട് കട്ടാണ്, സ്റ്റെപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നടന്ന് പോവുകയാണിതിൽ. നേരത്തെ മഴ പെയ്തിരുന്നു, അപ്പോൾ നല്ല ഇതാണ്. നമുക്ക് സ്റ്റെപ്പ് കയറി പോകണം. ഇനി കുറച്ച് കാഴ്ചകൾ ആയിട്ടുള്ള ആ ഒരിത് കിട്ടുന്നുണ്ട് ഇവിടെ. സുഖമായി നടന്ന് സ്റ്റെപ്പ് കയറി പോകാൻ പോവുകയാണ്. പിന്നെ മുളയുടെ പാർട്സൊക്കെ കിടക്കുന്ന കാണാം. മുളയൊക്കെ ഇവിടെ ചെളി. പിന്നെ ഇവിടെ പലരും വണ്ടിയിലും ബൈക്കിലും ഒക്കെയാണ് വരുന്നത്. വീടുകൾ കാണാം. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് റോക്ക്, ഞാൻ പറഞ്ഞ ആ റോക്ക് അതാണ്. ആ റോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. മുട്ടറ ഹില്ലിലുള്ള ആ മലയിലേക്ക് കയറാൻ പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് വരുന്ന റൂട്ടാണിത്. കുറച്ച് എക്സ്പീരിയൻസ് ആവുന്ന റൂട്ട് ആണിത്. കുറച്ച് അവിടെ എക്സ്പീരിയൻസ് ആവുന്നത്. ഇത് നമ്മൾ നടന്ന് പ്രകൃതിയുടെ പാറകളൊക്കെ കാണാം. വലിയ പാറകളൊക്കെ കിടക്കുന്നത് കണ്ട് അതിൻ്റെ ഇടയിൽ കൂടി നല്ല അന്തരീക്ഷത്തിൽ കൂടി പ്രകൃതി ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ്. ഹിൽസിലേക്ക് പക്ഷേ കഴിഞ്ഞ പ്രയത്നമെടുത്ത് നമ്മൾ ഇനി സ്റ്റെപ്പ് വരുമെന്ന് പറഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോൾ അതും നമുക്ക് കാണാം. ഇത്രയും നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു പാർട്ടാണ് ഇത്. ഈ ഒരു മല ആരും മിസ് ചെയ്യരുത്. കൊട്ടാരക്കര വഴി പോണവർ ഈ ഒരു മല, ഈ ഒരു ഹില്ല് നല്ല വ്യൂ ഉണ്ട്. പക്ഷേ ഇത്രയും പ്രകൃതി, അതായത് ആ പാറകളുടെ ആ കൂട്ടങ്ങളുടെ ഇടയിൽ കൂടി പോകാൻ രസമാണ്. നമ്മളിതിൽ പോവുകയാണ്. നല്ല രീതിയിൽ പ്രകൃതി ആസ്വദിച്ച് പോവുകയാണ്. ഇത്രയും ആ ഒരു പാറ ഉണ്ട്. ആ മനോഹരമായ കാഴ്ചകൾ ഉണ്ട്. അങ്ങുള്ള വ്യൂസ് കാണാം. ചേച്ചി, ഇങ്ങോട്ടല്ലേ മുട്ര ഹിൽസ്? സ്റ്റെപ്പ് ഉണ്ടോ അങ്ങോട്ട്? അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇത് കണ്ടു. ബോർഡ് കണ്ടു. ഒരു വീട്. അതാണ് പാറ. ആ റോക്കിലേക്ക് പോകാനാണ് പോണത്. അതിൻ്റെ മണ്ടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വീടുകൾ രണ്ട്. റബ്ബറിൻ്റെ ആ ഉണങ്ങിയ പ്രകൃതി, ആ ഒരു സ്മെല്ലും കിട്ടുന്നുണ്ട്. ഒരു ഫീലിംഗ്, ആ നേച്ചർ സ്മെല്ലോടെ ആസ്വദിച്ച് പോവുകയാണ്.
പറഞ്ഞ പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ഓരോ സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പിലേക്ക് കയറാൻ പോവുകയാണ് നമ്മൾ. ആ സ്റ്റെപ്പിലേക്ക് സ്റ്റെപ്പ് എത്തിയോ? ഒരു ഓട്ടോ വരുന്നു. എല്ലാം ഇവിടെ പാറയുടെ ആ വ്യൂ കാണാൻ ഇപ്പോഴും ആ ഭംഗി ഇപ്പോൾ കണ്ടുകൊണ്ട് പോകാൻ പറ്റും നമുക്ക്. അതിൻ്റെ മണ്ടയിലാണ് നമ്മളെത്തുന്നത്. അതിനുള്ള വഴി തിരികെയാണ്. നമ്മൾ ഇത്രയും റബ്ബർ പ്ലാന്റേഷൻ്റെ ഇതിലേക്ക് കൂടി മുട്ടറയിലെ ആ ഒരു പ്രകൃതി ആസ്വദിച്ചുള്ള ഒരിതാണ്. സഞ്ചാരികളൊക്കെ കാണാം. മറ്റേ ഹിൽസ് അങ്ങോട്ട് അവിടെ നിന്നാണല്ലേ സ്റ്റെപ്പ്? എന്തോ അവിടെ തിരിഞ്ഞോ? റൂട്ട് കാണിച്ചു നമുക്ക്. ആ കയറിയ വഴി വല്ല ടിക്കറ്റ് കൗണ്ടറാണോ എന്ന് ഡൗട്ടുണ്ട്. ഈ സൈഡിൽ ടിക്കറ്റ് കൗണ്ടറാണോ എന്നൊരു ഡൗട്ടുണ്ട്. നോക്കാം. ഒരു ചെറിയ ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഇവിടെ വരുന്നവർക്ക് വെള്ളവും ഒക്കെ മേടിക്കാനും ഒക്കെ ഉള്ളൊരിതാണ്. വഴിയിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഓരോ ടൂറിസം ഫെസിലിറ്റിയുടെ എല്ലാ കൺസ്ട്രക്ഷനും നടക്കുന്നുണ്ട്. വഴി നല്ല ഇതാക്കിയിരിക്കുന്നു. പോകാൻ നല്ലൊരു വ്യൂ ആണിത്. നമുക്ക് ആ വ്യൂവിലേക്ക് എത്താം. ടോപ്പിലേക്ക് തന്നെ എത്താമെന്ന് വയ്ക്കുന്നു. പാറയിൽ പോണ വഴി നല്ല പ്രകൃതി ഇതായിട്ട് കാണാം. ഇവിടെയാണ് പാർക്കിങ്ങിൻ്റെത്. ഇവിടെയാണ് വരുന്നത് പാർക്കിംഗ്. വണ്ടിയൊക്കെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യുന്നത്. അടുത്ത ഷോ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വണ്ടി പോകാത്തതുകൊണ്ട് നടന്നേ പോകാൻ പറ്റുള്ളൂ. ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇവിടെയാണ് അങ്ങോട്ട് നമ്മൾ വരെയാണ്. അടുത്ത അവിടെ ഒരു ജ്യൂസൊക്കെ വിൽക്കുന്ന കടയുണ്ട്. ജ്യൂസൊക്കെ വിൽക്കുന്ന ഷോപ്പൊക്കെ ഉണ്ട്. നമ്മൾ മേലോട്ട് കയറി സ്റ്റെപ്പ് വന്നു. ഇനി സ്റ്റെപ്പ് അങ്ങ് കയറാം. സ്റ്റെപ്പ് അവിടെ നിന്ന് കാണാം. സ്റ്റെപ്പ് വെള്ളം ഒഴുകി വരുന്നത് കാണാം. അവിടെ നിന്ന് ആ ഒരു ഇതുണ്ട്. സ്പോട്ടിലേക്ക് കയറാൻ തന്നെ പോണത്. ഒരു സ്റ്റെപ്പ് കയറി, അടുത്ത സ്റ്റെപ്പ് കയറി.
സ്റ്റെപ്സ് കുറേ ഉണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി കൊണ്ടിരിക്കുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ട് കാണാൻ. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. ഇപ്പോൾ ഇവിടെ വ്യൂ കാണാം. പിടിച്ചു കയറാനുള്ള ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഓരോ അറ്റങ്ങൾ കയറുമ്പോഴും ഓരോ ഭാഗങ്ങളായി കടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊരു പ്രകൃതി ഇത്. ഓക്കെ, സ്റ്റെപ്പ് കയറി ഹലോ ഇനി പടികളുണ്ടോ ബ്രോ? ഏകദേശം എത്താറായി. ഇനിയുണ്ടോ അങ്ങോട്ട്? ആ, ഫൈനലി ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഈ ലാസ്റ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പടികൾ കടന്ന് നമ്മളിപ്പോൾ ഇതിലേ വേണം വഴി, ഇതിലേയും പോകുമല്ലോ. ആ, ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു കാവ് പോലെ. നല്ല വ്യൂ കാണാം ഇവിടെ നിൽക്കുമ്പോൾ. അടുത്ത സ്പോട്ടിലേക്ക് കൊണ്ടിരിക്കുക. കുറച്ച് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവുകയാണ്.
സ്പോട്ട് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോണ. എന്തെല്ലാം കാട് പിടിച്ച ഇത്രയും നല്ല ക്ലൈമറ്റില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസ് വരെ ഇവിടെ ഒരു ഇതുണ്ട്. അവിടെ നിന്ന് നല്ല വ്യൂ കാണാം. അപ്പുറത്ത് നല്ല വ്യൂസൊക്കെ കാണാം. ഇത്രയും കടന്ന് നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. മുന്നോട്ട് ഇത്രയും ആ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത്. ഇങ്ങനെ ഒരു അഡ്വഞ്ചർ ജേണി പോലെ ഒരു ചെറിയൊരു അഡ്വഞ്ചർ ജേണി കാണിച്ചു തരികയാണ്. ഈ സ്ഥലം ആരും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കൊട്ടാരക്കരയിൽ മുട്ടറ ഹിൽസ് മറക്കരുത്. കൊട്ടാരക്കര വരുന്നവരുടെ സ്ഥലത്തേക്ക് ടൂറിസ്റ്റുകളുടെ നല്ലൊരു ആംബിയൻസിലേക്ക് കടക്കാൻ പോകുന്നു. ഒരു പെടുന്നതിനെ ഒരു സൈറ്റ് സീയിങ് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇത് കടന്ന് ഇനിയാണ് വ്യൂ. നല്ല വ്യൂ പോയിൻ്റ് കാണാം. ഇവിടെ നിന്ന് വ്യൂ പോയിൻ്റ് ഇത്രയും നല്ലൊരു സ്പോട്ടിൽ വന്നു. ലാസ്റ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. നല്ല വിശാലമായ വൈകുന്നേരം കാറ്റ് കൊള്ളാനും പറ്റിയൊരു സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഇത്രയും നല്ല ഒരു സൈറ്റ് കാണിക്കാനാണ് ഞാൻ ഇന്ന് ഇത്രയും എടുത്ത് വന്നത്. നമ്മളിന്ന് കൊട്ടാരക്കര ഫുള്ളും കംപ്ലീറ്റായി. ഏകദേശം കൊല്ലം ഡിസ്ട്രിക്റ്റ് കംപ്ലീറ്റ് ആവാറായി. എന്തൊരിത് ആംബിയൻസ് ഉണ്ട്. ഇവിടെ നിന്ന് എക്കോ വിളിക്കാം. ഹലോ വിളിക്കാം. നല്ല ആംബിയൻസാണ്. ഇങ്ങോട്ടൊക്കെ നല്ലൊരു ആംബിയൻസ് കാണാം. ഭംഗിയായിരിക്കുന്നത് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു ആംബിയൻസ് കാണിക്കാനും കൂടിയാണ് ഞാൻ വന്നത്. ആ ഒരു സ്പോട്ടും കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 18 മിനിറ്റ് ഇത്രയും ചെയ്തതും വലിയ അത്ഭുതമുണ്ട്. പക്ഷേ ഇത്രയും മനോഹരമായ പ്രകൃതി ഇവിടെ വന്നാൽ ആ നേച്ചറിൻ്റെ ഇത് കിട്ടുന്നുണ്ട്. ആരും മിസ് ചെയ്യരുത്. നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുന്നതൊരു ഭാഗ്യമാണ്. നല്ല കാറ്റും വരും. നല്ല കപ്പിൾസിന് പറ്റിയ സ്ഥലവുമാണ്. കപ്പിൾസിനും ഫാമിലിക്കും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒന്ന് ആ കാറ്റ് കിട്ടുമ്പോൾ നല്ലൊരു സുഖമാണ്. നല്ലൊരു സുഖം. ഇത്രയും നല്ല സ്ഥലമില്ല. എന്തൊരു ഇത് കഴിഞ്ഞു. വ്യൂ എടുത്ത് കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച്. ബൈ ഫ്രണ്ട്സ്.